ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊരു പാത്രം. പിന്നെ അതേ പാത്രത്തിൽ തന്നെ ഒരു 3/4 ഭാഗം തൈര് എടുക്കണം. നല്ല തൈരാണ്, അധികം പുളിയില്ലാത്തത്. തൈര് കുറച്ച് കുറവ്. മുക്കാൽ ഭാഗം തൈര്. ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാം. ഇത് മിക്സ് ആക്കിയിട്ട് ഒരു 10 to 15 മിനിറ്റ് വെക്കേണ്ട വരും. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ വേണം. അതിന് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 3 തരത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ട്, 3 കളറിലുള്ളത്. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി. അത് നമ്മുടെ ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല, കാന്തി ആയാലും കുഴപ്പമില്ല. അതൊക്കെ ഒരു 2 സ്പൂൺ വീതമുള്ളൂ. ഇതെല്ലാം അത്ര തന്നെയുള്ളൂ. ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാകും. ക്യാപ്സിക്കം ഒരു ഹാഫിനേൽ ഇത്തിരി കുറവായിട്ട്. പിന്നെ ക്യാരറ്റ് ഉണ്ട്, അതും ഒരു 2 സ്പൂണുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ അതും ഒരു ചെറിയ കഷ്ണം ചെറുതായി കട്ട് ചെയ്തതാണ്. ഞാൻ ചീകി എടുത്തതിനത്. ക്യാരറ്റ് അതുപോലെ തന്നെ ചീകി എടുത്തു. പിന്നെ കുറച്ച് തക്കാളി ഉണ്ട്, ഒരു ചെറിയ കഷ്ണം. പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 10 to 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഗീയിൽ വേണമെങ്കിൽ ഗീ ഒഴിക്കാം. ഞാൻ കുറച്ച് കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ളത് ഉപയോഗിക്കാം. അതിൽ കുറച്ച് ജീരകം ഇട്ടു. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾ ഓരോന്നോരോന്നായി ഇട്ടെടുക്കാം. ഇത് ഒണിയനാണ്, കാന്തി അല്ലെങ്കിൽ ഉള്ളിന്. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം. ഇത് ജിഞ്ചറാണ്. പിന്നെ പച്ചമുളക്. ഇത് പച്ചമുളക് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. ചുവന്ന മുളകും കുറച്ചിടും. അപ്പോൾ പച്ചമുളക് ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇടാതിരിക്കുക നല്ലത്. പിന്നെ ഇതിൻ്റെ പച്ചപ്പൊട്ടൊന്ന് പോയതിന് ശേഷം ഇഞ്ചിയുടെ മണമൊക്കെ ഒന്ന് പോയി നല്ല മണം വരുമ്പോൾ നമുക്ക് ഈ പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ട് ഇടാം. ക്യാരറ്റ് ഇടാം. പിന്നെ ക്യാപ്സിക്കം 3 കളറ്. ഇത് ഈ പച്ച കളറ് പോലെയല്ല, ഇതിട്ട് കളറ് പോലെ തന്നെ. ഇത് ടേസ്റ്റിലും കുറച്ച് വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റ്. എല്ലാ പച്ചക്കറികളും അതിൽ ഇടുക ഓരോന്നോരോന്നായിട്ട്. പിന്നെ ടൊമാറ്റോ, അങ്ങനെ എല്ലാം ഇടുന്നത്. ഇത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതാണ്, അത് ഇതിലിടണ്ട. ബാക്കിയെല്ലാം ഒന്ന് വാടണം. വാടിയതിന് ശേഷം നമുക്ക് കുറച്ച് മസാല ഇതിലിടാനുണ്ട്. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. പിന്നെ മറ്റേതിൽ നമ്മൾ വേവിക്കുമ്പോൾ, മിക്സാക്കി വേവിക്കുമ്പോൾ അതിലും വേവാനുള്ളൊരു സൗകര്യം ഉണ്ടാവും അതിന്. അപ്പോൾ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 1/4 സ്പൂൺ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുവന്ന മുളക്. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനിടാം, എരിവനുസരിച്ച്. ഇത്തിരി കുറവ് മതി ഇതിൽ. അപ്പം മുളകിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറുമ്പോൾ മറ്റേതിൽ മിക്സ് ആക്കേണ്ടതാണ്. അതിന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ എന്താ പറയുക വാട്ടി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾ എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. നന്നായി മിക്സ് ആക്കുക. കുറച്ച് മല്ലിത്തൈ ഇട്ട് കൊടുക്കാം. മല്ലിയില കട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. ദോശമാവിനേലും കുറച്ചും കൂടിയും കട്ടി വേണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിലുണ്ട് ആവശ്യത്തിന്. ഇനി ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുഴിയുള്ളത് വേണം. കുറച്ച് പോരായിട്ട് അപ്പം അതിൽ കുറച്ച് നെയ്യോ അതോ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും കുറച്ച് പരട്ടി കൊടുക്കുക. ഞാൻ കുറച്ച് നെയ്യിൽ പരട്ടണം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഹൈയിൽ വയ്ക്കുക. അതിന് ശേഷം കുറച്ച് ചെറുതാക്കി വെക്കേണ്ട വരും. ഇനി ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഒന്ന് മൂടി വെക്കണമെങ്കിൽ മൂടി വെക്കാം. പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒന്ന് വേവുക. ഇതൊരു സൈഡ് വേവുമ്പോൾ ഒന്ന് മറിച്ചിടണം കേട്ടോ. രണ്ട് സൈഡും ഒന്ന് വേവിക്കേണ്ട വരും. അപ്പം എത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിനത് നല്ല കളർഫുള്ളായിട്ടുള്ളതിന് നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സോസിൽ കൂടെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ മസാലയും ഉണ്ടല്ലോ ഇതിൽ. അല്ലെങ്കിൽ സോസിൽ കൂടെയോ ചട്നി കൂടെയോ ഇതിൽ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.